ഹലോ ഹായ് നമസ്കാരം. ചാറ്റിന് മുമ്പ് ബ്ലോഗിലേക്ക് സ്വാഗതം അല്ലേ? അതെ, ഞങ്ങൾ ഇന്നിവിടെ അമേരിക്കയിൽ ഒരു കാലിഫോർണിയയിലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിനെ ഭൂമിയിലെ മാലാഖന്മാരിൽ ഒരാൾ തൃശ്ശൂരിലുള്ള ഫാമിലിയാണ് ഫാമിലി, ചെമ്മണ്ണൂർ ഫാമിലി, ഷാജു ആൻഡ് ബിന്ദു. അവരുടെ ഫ്രൂട്ട് അവരുടെ ഫ്രൂട്ട്സിന്റെ തോട്ടത്തിലേക്കാണ് ഞങ്ങൾ വന്നേക്കുന്നത്. വീടുണ്ട്, വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സ് ഉള്ളടത്തോട്ടാണ്. നല്ല വ്യൂ ഒക്കെയാണ് വീട്ടിൽ And also I fucking orange. ഇവിടെ ഓറഞ്ച്, ലെമൺ, പാഷൻ ഫ്രൂട്ട്. പിന്നെ അത് ആ നാരകം കാണിച്ചു കൊടുത്ത നല്ല അടിപൊളി നാരകം. ഇത് മിക്കവാറും ഈ ബിന്ദുവിനെ പറ്റി പറയുകയാണെങ്കിൽ മദർ തെരേസയ്ക്ക് പഠിക്കാന്ന് എനിക്ക് ബിന്ദുവിനെ പറ്റി. സത്യം പറഞ്ഞാല് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഭയങ്കര പനി വന്നുപോയി. ആ പനിയിൽ നിന്ന് രക്ഷിച്ചത് സത്യത്തിൽ ബിന്ദുവാണ്. ബിന്ദു ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പല മരുന്നുകളും കഴിച്ചിട്ടും മാറാതെ ബിന്ദു മരുന്ന് തന്നു. ബിന്ദു മൂന്നാല് പെട്ടിയായിട്ടാണ് നാട്ടിൽ നിന്ന് വരുന്നത്. തിരിച്ചു വരുമ്പോ ബിന്ദു ഇടുന്ന ഡ്രസ് മാത്രമേ കൊണ്ടുവരുത്തുള്ളൂ. അതാണ് മദർ തെരേസയ്ക്ക് പഠിക്കാന്ന് പറഞ്ഞത്. ഷാജു അതിനെ ഫുൾ സപ്പോർട്ടായിട്ട് ഷാജു നിൽക്കുകയാണ്. ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എല്ലാ കാര്യത്തിനും ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ഞാനേ ഇവിടെ കണ്ടതില്, ഈ അമേരിക്ക കണ്ടതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ പള്ളി ചെന്നാലും എവിടെ ചെന്നാലും നേഴ്സുമാരായിട്ടുള്ളവര് എല്ലാവരും ഭയങ്കര ഒരാളോട് പെരുമാറുന്നത് ഭയങ്കര സ്നേഹമായിട്ടും ഭയങ്കര എളിമയോടും അവർക്ക് എന്തൊക്കെ സഹായം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതെല്ലാം അവർ ചെയ്യുകയും ചെയ്യും. അത്രയും ഇപ്പം നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ ഭൂമിയിലെ മാലാഖമാരാണ് നേഴ്സുമാരെന്ന്. പക്ഷെ അത് ഒറിജിനലായിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ഞാൻ അനുഭവിക്കുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും എന്നെ ഒരു പെണ്ണ് പിടികൂടി. പെണ്ണുങ്ങളെ വേറെ പറയൂ. പെണ്ണുങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ പിടിപെടത്തില്ല. രണ്ടാമത്തെ വരവാണ്. കാരണം ഒരു പ്രാവശ്യം വന്നാലും നമുക്ക് ഈ സ്ഥലത്തേക്ക് നൈറ്റ് വ്യൂ ആയിരുന്നു. അവരുടെ പെരുമാറ്റവും അതുപോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും നൈറ്റ് വ്യൂ വേറെ വ്യൂ ആയിരുന്നു. ഇതാണ് ഡേ വ്യൂ. തൃശ്ശൂരുകാർ ഇവിടെ വന്ന് താമസിച്ച് അവര് നല്ല ഒരു സെറ്റപ്പ് ആണെങ്കിൽ മാത്രമേ തൃശ്ശൂരുകാർ വരത്തുള്ളൂ. തൃശ്ശൂരുകാർ അങ്ങനെ നാട് വിട്ട് ഞങ്ങള് തൃശ്ശൂർ വലിയൊരു താമസിച്ച അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. തൃശ്ശൂരുകാർ നാട് വിട്ട് വേറൊരു സ്ഥലത്തും പോകില്ല. എത്ര സെറ്റപ്പ് ആണെന്ന് പറഞ്ഞാലും തൃശ്ശൂരുകാരൊക്കെ ഇനി ഇവിടുത്തെ പൂക്കള് കാണിക്കാം കേട്ടോ. അടിപൊളി പൂക്കളും ഇതുമല്ല. ഓ ഇത് ഓറഞ്ച്. Can we get one? Get it. Can we get some oranges? അതോ ഇത് സപ്പോട്ട ആണോ? എനിക്ക് സപ്പോർട്ട് ഇഷ്ടമല്ല. മറ്റേതോ ഇറങ്ങിയില്ലേ? What's a kapot? What's a kapot? Grapefruit. Mommy, grapefruit. Is kapot grapefruit? സപ്പോട്ട. അത് സപ്പോട്ട നമ്മുടെ നാട്ടിലുള്ള. You should have. Grapefruit. Mommy, oranges. ഓ നോക്കി നോക്കി. മോന്റെ അത്ര തന്നെ വലിപ്പമുണ്ട്. നോക്കി. Do they have oranges? Yes. Did we pick? Then that's orange. Orange, lemon. Did we already get oranges? I will get. എനിക്ക് ഇഷ്ട ഗ്രേപ്പ് ഫ്രൂട്ട്. Oh, I love grapefruit. Yeah. I want to pick. Pick lemon. Cuckoo, one is enough. What's this? അതെന്താ സാധനം അമ്മി? അതെന്താ? ആ അത് ഇഷ്ടം.
ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു. ആർട്ടിഫിഷ്യൽ അല്ല, ഒറിജിനലാണ്. എന്റെ പൊന്നോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ കുഞ്ഞില്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ലെമൺ മേടിച്ചു വെക്കാം. ഇതിന്റെ പേരെന്താ? ഇത് നമ്മള് വീട് മേടിച്ചപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഓറഞ്ചും ഈ നാരകവും ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇങ്ങനെ വേണം ഫാമിലി ആയിട്ട്. അത് പേരെയാണ് സുന്ദരനും സുന്ദരിയും. സുന്ദരന്റെ സുന്ദരി. ഞാനും എപ്പോഴും കെട്ടിപ്പിടിച്ചോണ്ടായിരുന്നു. എന്താ വെച്ചാൽ മൂന്നാമത്തെ കൊച്ചു കഴിഞ്ഞപ്പോ എടുത്ത് നിർത്തി. അത് ഒരെണ്ണം നമ്മൾ പറിക്കുമ്പോ 9 എണ്ണം ഉണ്ടാകണേന്ന് പ്രയർ ചെയ്ത് പ്രാർത്ഥിക്കണം. അത് ഓറഞ്ചിന്റെ തൈയാണോന്ന് ഉണ്ട്. ഓറഞ്ചിന്റെ ആണെങ്കിലും നമ്മൾ പോകുമ്പോ ഒരു തൈ കൊണ്ടുപോവാം. ഓറഞ്ച് തൈയാണ് ഒരു തൈ. ഇത് വേറെ പിടിച്ചിരിക്കുന്ന അല്ല അല്ല അത് ഇപ്പൊ പറിക്കണ്ട 15-ആം തീയതി ഇവര് വരുമ്പോ. അല്ല, എനിക്ക് ഒരെണ്ണം കുഴിക്കണം. എനിക്ക് ഒരെണ്ണത്തിന് അത് രണ്ടും കൊണ്ടുവന്നേക്കാം. ഇതിന്റെ അല്ലേ, ഇതിന്റെ വീട് കിളുത്ത അല്ല നാരകത്തിന്റെ തൈയില്ല. അതിന്റെ അടിയിലൊന്ന് മേടിക്കാൻ കിട്ടുമോ? എവിടെ നിന്ന് മേടിക്കുന്നത്? അച്ചാറുണ്ടാക്കാൻ വേണ്ടി എന്റെ പിന്നെ എങ്ങോട്ടൊക്കെയാ കേറുന്ന? പറിച്ചില്ലെങ്കില് അത് പിന്നെ ഉണ്ടാവില്ല. ഓറഞ്ച്, ഇത് നാരങ്ങ. ആ മരം പൊട്ടി പോവണേ ആണോ? ഷേക്ക് ചെയ്ത വീടും തോന്നുന്നു. ഇതേ വീണെന്തോ. അല്ല, അത് പറിച്ചില്ലെങ്കില് പോവോ പിന്നെ ഉണ്ടാവില്ല. അത് ഞങ്ങൾ ഇന്നാളൊരു വീട്ടിൽ ചെന്നപ്പോ അവരും പറഞ്ഞു. കുലുക്കിത്തക്കത്തി കുലുക്കിത്തക്കത്ത. കറ്റാർവാഴയുടെ പോളക്കകത്ത് കറ്റാർവാഴ എന്തെങ്കിലും ആണോ? അവിടെ എല്ലാം നിൽക്കുന്നുണ്ട്. അത് മുള്ള ലോഡുമായിട്ടാ പോകുന്നത്. ഒരു ലോഡ് നോക്കി, അത് ഒന്നും ആയിട്ടില്ല. അമ്പലത്തിന് പോലെ കടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാല് ഒരു സൈഡിലിട്ട് നമ്മൾ പറിച്ചെടുത്തതേ ഉള്ളൂ. അതെ, ദൈവം ഉണ്ടാകട്ടെ. നമുക്ക് വാഴ കാണാം. ഇനി വിട്ടേ, ഞാൻ വെച്ചോളാം. ഇതൊന്ന് ചീരയാണോ? കറി വെക്കുന്ന ചീര? കറി വെക്കുന്ന ചീര. അത് ഈ പഴയതിന്റെ വിത്ത് കിടന്ന് ഇതായി വളർന്നു വരുന്ന. ഇതാണ് 2 മാതളം. ഇതുമ്മ കഴിഞ്ഞ വർഷം ഉണ്ടായി. പ്ലം. ഇത് ഫിഗ്. ഓ ഫിഗ്. ഓ ഇത് ഫിഗ്. പ്ലം പ്ലം. ആ വീട് കൊടുക്കാനായിട്ടിരിക്കുക. ആ വീട് മിക്കവാറും പാപ്പ എടുക്കും. 1000 ഇവിടെ ഏതാണ്ട് ഒരു നല്ലൊരു പൂ ഉണ്ട്. ഇത് കണ്ടോ, ഈ ഫ്ലവർ കണ്ടോ? നല്ല കമീലിയ. തണുപ്പത്തുണ്ടാവുന്നതാണിത്. ഈ വീടിന്റെ വേറൊരു എൻട്രൻസ് ആണ്. ഇവിടെ റോസ്, ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണിത്? പോജക്കുട്ടി എവിടെയായിരുന്നു? ഓറഞ്ചിന്റെ മരം, നാരങ്ങ, മാതള നാരങ്ങ, അല്ല ഗ്രേപ്പ് ഫ്രൂട്ട്.
ഇത് കണ്ട ഇവിടുത്തെ വ്യൂ. രാത്രി നല്ല രസമാണ്, ഫുൾ ലൈറ്റ് ആയിരിക്കും.